സോ OPK ലേണിങ്സിൻ്റെ അടുത്തൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു. സോ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ക്ലാസ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയാണ്, BNSS. അതിൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രൊവിഷൻസാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ലാസ്റ്റ് ഏരിയ 50 തൊട്ട് 62 വേണമെന്നില്ല 61 വരെയുള്ള പ്രൊവിഷൻസിലേക്കാണ് നമ്മൾ എത്തുന്നത്. അത് നമ്മൾ ആർക്കൊക്കെ അറസ്റ്റ് ചെയ്യാം, അതിൽ പ്രധാനപ്പെട്ട നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നതിൽ തന്നെ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കൊക്കെ അറസ്റ്റ് ചെയ്യാം, പോലീസ് ഓഫീസറിനെ ഏത് സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്യാം, പ്രൈവറ്റ് പേഴ്സൺ എപ്പോഴും അറസ്റ്റ് ചെയ്യാം, മജിസ്ട്രേറ്റിനെ എപ്പോഴും അറസ്റ്റ് ചെയ്യാതെ അത് വുമണിനെ അറസ്റ്റ് ചെയ്യുമ്പോഴുള്ള സാഹചര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്, ബെയിലബിൾ ഒഫൻസ്, നോൺ ബെയിലബിൾ ഒഫൻസുകളാണ് എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയിരുന്നത് മതീഷിനെ അറസ്റ്റ് ചെയ്തു, മതീഷിനെ ദേഹപരിശോധന വരെ നിർത്തിയിരിക്കുകയായിരുന്നു. ഓക്കെ, അതായത് നമ്മൾ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ ദേഹപരിശോധനയ്ക്ക് വിധേയരാക്കാമെന്നും അങ്ങനെ നെസസറി വിയറിങ് അപ്പാരൽസ് ഒഴികെ ബാക്കി എന്താണ് ശരീരത്തിൽ നിന്നും കണ്ടെടുക്കുന്ന വസ്തുക്കൾ ആർട്ടിക്കിൾസ് നമ്മൾക്ക് സീസ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് പവർ ടു സെക്ഷൻ 50 നമ്മൾ കാണുന്നത് പവർ ടു സീസ് ഒഫൻസീവ് വെപ്പൺസ് എന്നുള്ളതാണ്. അതായത് ആക്രമണ ആയുധങ്ങൾ പിടിച്ചെടുക്കാനുള്ള അധികാരമാണ് സെക്ഷൻ 50 പറയുന്നത്. ആക്രമണ ആയുധങ്ങളാണ് നമ്മൾ പിടിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഏത് ഉദ്യോഗസ്ഥനായിക്കോട്ടെ അറസ്റ്റ് മേക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥന് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ എന്താണ് അറസ്റ്റ് ചെയ്യപ്പോഴേ കണ്ടു എന്താണ് ഒഫൻസീവായ വെപ്പൺസ് ആണ് മതീഷിൻ്റെ കയ്യിൽ ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്താണ് എബൌട്ട് ഹിസ് പേഴ്സൺ, അതായത് ശരീരത്തിനകത്ത് ഒളിപ്പിച്ച് വെച്ച അവസ്ഥയിലാണോ ഉള്ളതെങ്കിൽ അത് ഒളിപ്പിച്ച് വെക്കുക, കയ്യെ പിടിച്ചുകൊണ്ട് നിൽക്കുകയൊക്കെ ചെയ്തോട്ടെ, അപ്പോൾ തന്നെ ആൻഡ് ഷാൽ ഡെലിവർ ഓൾ ദ വെപ്പൺസ് എന്നുള്ളതാണ് ടു ദ കോർട്ട് ഓർ ദ ഓഫീസർ ബിഫോർ. അപ്പോൾ എന്താണ് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി എന്താണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒഫൻസീവായ വെപ്പൺസ് ഉണ്ടെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് ഇതിനെയെല്ലാം ഡെലിവർ ചെയ്യുക, അല്ലെങ്കിൽ കോടതിയുടെ മുമ്പിൽ ഏത് മജിസ്ട്രേറ്റിൻ്റെ മുന്നിലാണോ ഹാജരാക്കുന്നത് അവിടെ ഇതിനെ എന്ത് ചെയ്തിരിക്കണം, അതിനെ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഇവിടെ കൊടുക്കുക എന്നതിനെക്കാട്ടിലുപരി ഈ ദേഹപരിശോധന നടത്തുമ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന ഒഫൻസീവ് വെപ്പൺസിനെ നമുക്ക് എന്ത് ചെയ്യാനുള്ള അധികാരമുണ്ട്, സീസ് ചെയ്യാനുള്ള, പിടിച്ചെടുക്കാനുള്ള അധികാരമുണ്ട്. ഇനി അടുത്തതാണ് സെക്ഷൻ 51 നമ്മൾ പറയുന്നുണ്ട് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അപേക്ഷയിന്മേൽ പ്രതിയെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ചികിത്സകൻ പരിശോധിക്കണം. അതായത് എക്സാമിനേഷൻ ഓഫ് അക്യൂസ്ഡ് ബൈ, അക്യൂസ്ഡ് ആരാണ്, കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിയാണ്. അക്യൂസ്ഡിനെ എന്ത് ചെയ്യാൻ പോവുകയാണ്, എക്സാമിനേഷൻ നടത്താൻ പോവുകയാണ്, അതായത് എന്താണ് പരിശോധിക്കാൻ പോവുകയാണ്. എന്ത് തരത്തിലുള്ള പരിശോധന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേഹപരിശോധന എന്ന് പറഞ്ഞത് തൊട്ടു മുമ്പേ കണ്ട പരിശോധനയല്ല. അതെന്തെങ്കിലും ഒഫൻസീവായ വെപ്പൺസ് ഉണ്ടോ, മറ്റെന്തെങ്കിലുമൊക്കെ തെളിവുകളൊക്കെ ഉണ്ടോ എന്നുള്ള പരിശോധനയാണെങ്കിൽ ഇതെന്താണ് ഒരു മെഡിക്കൽ പ്രാക്ടീഷണറാണ്. അപ്പോൾ ഒരു ഡോക്ടർ എന്നുള്ളത് അപ്പം നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നമുക്ക് ഡോക്ടർ എന്ന് പറയാം, ചികിത്സകൻ എന്നുള്ളതാണ്. അപ്പോൾ ചികിത്സകൻ എന്താണ് പരിശോധിക്കാൻ പോവുകയാണ്, വെറുതെ പരിശോധിക്കുകയല്ല, അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് ദ പോലീസ് ഓഫീസർ. അപ്പോൾ പോലീസ് ഓഫീസർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് എന്താണ് മതീഷിനെ കൊണ്ട് ചെല്ലുകയാണ്, നമ്മൾ എവിടെയാണ് ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, അദ്ദേഹത്തിനെ കൊണ്ട് നിർത്തിയിട്ട് പറയുകയാണ് എന്താണ് ദേഹപരിശോധന, വൈദ്യപരിശോധന നടത്താൻ പോവുകയാണ്. അപ്പോൾ ഈ പറയുന്ന വ്യക്തി വെൻ എ പേഴ്സൺ അറസ്റ്റഡ് എന്ന് പറയുന്നത് എന്താണ്, അപ്പോൾ അതെ എന്ത് നേച്ചറുള്ള ഒഫൻസ് ആണോ ഇയാൾ ചെയ്തിട്ടുള്ളത്, ഓക്കെ, അപ്പോൾ എന്താണ് അക്യൂസ്ഡ് പേഴ്സൺ ആണ്. ഓക്കെ, എന്തായാലും നമ്മൾ ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു, അവിടെ നമ്മൾക്ക് റീസണബിൾ ഗ്രൗണ്ട് ഉണ്ട്, എന്താണ് എക്സാമിനേഷൻ ഓഫ് ഹിസ് പേഴ്സൺ വിൽ അഫോർഡ്, അതായത് ചുമ്മാ കൊണ്ട് ചെന്നല്ല വൈദ്യപരിശോധനയ്ക്ക് മതീഷിനെ തെളിവിടുന്നത്, നമ്മൾക്ക് വിശ്വസിക്കത്തക്ക കാരണങ്ങളുണ്ട്, എന്തെങ്കിലും തെളിവ് കിട്ടിയാലോ. അപ്പോൾ എന്താണ് കമ്മീഷൻ ഓഫ് ദ ഒഫൻസ്, ആ ഒഫൻസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള എന്താണ് തെളിവുകൾ കിട്ടിയാലോ എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇത് ചെയ്യേണ്ടത്, ഈ എക്സാമിനേഷൻ നടത്തേണ്ടത് എന്താണ് രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ആയിരിക്കണം. അത് വെറുതെ അല്ല, അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് ദ പോലീസ് ഓഫീസർ ആയിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ എനി പേഴ്സൺ ആക്ടിങ് ഇൻ ഗുഡ് ഫെയ്ത്ത് ഇൻ ഹിസ് എയ്ഡ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ എന്നുള്ളതാണ്. അപ്പോൾ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് മെഡിക്കൽ പ്രാക്ടീഷണർ എന്നല്ല, അങ്ങനെ ഒരു വാക്ക് ഇവിടെ പറയുന്നില്ല. അതായത്
ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. അപ്പോൾ നമ്മൾ MBBS ഒക്കെ പാസ്സായി കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റ് തരത്തില്ലേ, അതാണ് രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ. നല്ല കള്ളത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റും കൊണ്ടിരിക്കുന്ന ആൾക്കാരെ അല്ല. അപ്പോൾ എന്താണ്, അങ്ങനെ ഒരു വ്യക്തിയോ ആ വ്യക്തിയുടെ നിർദ്ദേശപ്രകാരം ഓതറൈസേഷൻ പ്രകാരം മറ്റൊരാളോ ഈ എക്സാമിനേഷൻ നടത്തിയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എന്താണ്, ഈ പറയുന്ന എവിഡൻസുകൾ കളക്ട് ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കണം. അപ്പം 51 പ്രകാരം ഇവിടെ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുന്നത് ഒരു മെഡിക്കൽ പ്രാക്ടീഷണറാണ് ഫോർ ദി പർപ്പസ് ഓഫ് ഒബ്റ്റെയിൻ സർട്ടൻ എവിഡൻസ് എന്നുള്ളതാണ്. അതാണ് നമ്മുടെ പർപ്പസ് എന്ന് പറയുന്നത്. ഇനി ഈ ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഷാൽ ബി മെയ്ഡ് ഓൺലി ബൈ അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് അപ്പോൾ എന്താണ്, കഴിയുന്നതും ഒരു രജിസ്റ്റേർഡ് ഫീമെയിൽ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറിൻ്റെ സാന്നിധ്യത്തിൽ വേണം ഈ ദേഹപരിശോധന അല്ലെങ്കിൽ വൈദ്യ പരിശോധന നടത്താനായിട്ടുള്ളത്. ദെൻ ഈ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ എന്ന് പറയുന്നത് ഒട്ടും വൈകിപ്പിക്കാതെ ഡിലേ ആക്കാതെ തന്നെ എക്സാമിനേഷൻ റിപ്പോർട്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിന് കൈമാറിയിരിക്കണം. എത്രയും ഡിലേ ചെയ്യുന്നതനുസരിച്ച് പ്രോസിക്യൂഷൻ വീക്ക് ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒട്ടും ഡിലേ ആകാതെ കൊണ്ടു കൊടുക്കണം. ഇവിടെ ഈ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഇവിടെ എക്സാമിനേഷൻ എന്ന് പറയുന്നത് എന്താണ്, ബ്ലഡ് ആയിരിക്കാം, ബ്ലഡ് സ്റ്റെയിൻസ്, സെമൻസ്, സ്വാബ്, അതായത് എന്താണ് സെക്ഷൽ ഒഫൻസിൻ്റെ കേസുകളാണെങ്കിൽ സ്പെക്ടം, സ്വെറ്റ്, ഹെയർ സാമ്പിൾസ്, അതുപോലെ തന്നെ ഫിംഗർ നെയിൽ ക്ലിപ്പിങ്സ്, പിന്നെ ഇതെല്ലാം തന്നെ മോഡേൺ സയൻറ്റിഫിക് ടെക്നിക്ക്, അതായത് ഈ DNA പ്രൊഫൈലിങ്സ് ഒക്കെ. അപ്പോൾ സെക്ഷൽ ഒഫൻസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒഫൻസ് കമ്മിറ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ DNA പ്രൊഫൈലിങ്സ് ഒക്കെ നമ്മൾക്ക് ഈ മോഡേൺ ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ടെസ്റ്റുകളൊക്കെ നടത്തിക്കൊണ്ട് അത് ഓരോ പർട്ടിക്കുലർ കേസിന് ആ മെഡിക്കൽ പ്രാക്ടീഷണർക്ക് അദ്ദേഹത്തിന് തോന്നണം, ഓക്കെ ഇത് ഇന്ന രീതി ചെയ്യാമെന്ന് ഈ മെഡിക്കൽ പ്രാക്ടീഷണറിന് തോന്നണം എന്നുണ്ടെങ്കിൽ തിങ്സ് നെസസറി, അത് അത്യാവശ്യമാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടാൽ മാത്രം ആ തരത്തിലുള്ള ടെസ്റ്റുകൾ നടത്തുക എന്നുള്ളതാണ്. ഇവിടെ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ ക്വാളിഫിക്കേഷൻ ഉള്ളതും നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ആക്ട് പ്രകാരം റെക്കഗ്നൈസ്ഡ് മെഡിക്കൽ ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കുക. അയാളുടെ പേരെന്ന് പറയുന്നത് നാഷണൽ മെഡിക്കൽ രജിസ്റ്ററിലോ സ്റ്റേറ്റ് മെഡിക്കൽ രജിസ്റ്ററിലോ ആക്ട് പ്രകാരം, അതായത് MBBS ഒക്കെ പാസ്സായി കഴിയുമ്പോൾ അത് ഏതാണോ അതനുസരിച്ച് രജിസ്റ്റേർഡ് ആയിട്ടുള്ള അവരുടെ സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ ഫൈനൽ, അതാണ് രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതാണ് 52 സെക്ഷൻ 52 എക്സാമിനേഷൻ ഓഫ് പേഴ്സൺ അക്യൂസ്ഡ് ഓഫ് റേപ്പ് ബൈ മെഡിക്കൽ പ്രാക്ടീഷണർ. അപ്പം ഈ റേപ്പ് കമ്മിറ്റ് ചെയ്ത അക്യൂസ്ഡ്, എന്ത് കുറ്റകൃത്യമാണ് ഇയാളിപ്പം ആരോപിക്കപ്പെട്ടിട്ടുള്ളത്? റേപ്പ് എന്ന് പറയുന്ന ഒഫൻസിൽ ആ കുറ്റകൃത്യം ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തി അക്യൂസ്ഡ് ആൻ ഒഫൻസ് അക്യൂസ്ഡ് ഓഫ് റേപ്പ് എന്നുള്ളതാണ്. അങ്ങനെയുള്ള റേപ്പ് കമ്മിറ്റ് ചെയ്തതായിട്ട് പറയുന്ന ഒരു വ്യക്തിയുടെ മെഡിക്കൽ എക്സാമിനേഷനാണ് നടത്താൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, അദ്ദേഹം കമ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒഫൻസ് എന്ന് പറഞ്ഞാൽ റേപ്പോ അതല്ലെങ്കിൽ അറ്റംപ്റ്റ് കമ്മിറ്റ് റേപ്പോ ആണ്, അതല്ലെങ്കിൽ അവിടെ വിശ്വസിക്കത്തക്ക കാരണങ്ങളുണ്ട്. ഇദ്ദേഹത്തിനെ നമ്മൾ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുമ്പോൾ നമ്മൾ എവിഡൻസുകൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാവുകയും, നമ്മളെന്ന് പറയുന്ന ആരാണ്, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ലോഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ അവിടെ ഈ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ എന്ന് പറയുന്നത് എംപ്ലോയിഡ് ഇൻ എ ഹോസ്പിറ്റൽ റൺ ബൈ ഗവൺമെൻറ് ഓർ ബൈ ലോക്കൽ അതോറിറ്റി ആൻഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് സച്ച് പ്രാക്ടീഷണർ വിതിൻ ദ റേഡിയസ് ഓഫ് 16 കിലോമീറ്റർ ഫ്രം ദ പ്ലേസ്. അതായത് ഒന്ന് നോക്കിക്കോണം, ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേപ്പ് കുറ്റകൃത്യങ്ങൾ ആരോപിക്കപ്പെട്ട വ്യക്തിയെയാണ് നമ്മൾ അറസ്റ്റ് ചെയ്ത് മെഡിക്കൽ എക്സാമിനേഷന് വിധേയമാക്കുമ്പോൾ അങ്ങനെയുള്ള വ്യക്തിയെ വൈദ്യപരിശോധന നടത്തേണ്ടത് രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ തന്നെ ആയിരിക്കണം. പക്ഷേ അദ്ദേഹം എന്ന് പറയുന്നത് എന്ത് ചെയ്തിരിക്കണം, അദ്ദേഹം ജോലി ചെയ്യുന്നത് എവിടെയായിരിക്കണം? ഒന്നുകിൽ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഹോസ്പിറ്റൽ റൺ ചെയ്യുന്നത് ഒരു ലോക്കൽ അതോറിറ്റി ഒക്കെ ആയിട്ടുള്ളത് റൺ ചെയ്യുന്ന അവിടെ അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഒരു ഒരു ഡോക്ടറായിരിക്കാം. അതല്ലെങ്കിൽ ഈ കുറ്റകൃത്യം നടന്ന് ഒരു 16 കിലോമീറ്ററിനകത്ത് വെച്ച് ഈ ഒഫൻസ് റേപ്പ് നടന്നതിൻ്റെ 16 കിലോമീറ്ററിനകത്ത് വെച്ച് അങ്ങനെ ഒരാളെ കിട്ടാനില്ലെങ്കിൽ എനി അതർ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ആക്ടിങ് അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് എനി പോലീസ് ഓഫീസർ എന്നുള്ളതാണ്. അപ്പോൾ ഈ റേപ്പ് നടന്ന്
റേപ്പ് നടന്ന് 16 കിലോമീറ്ററിനകത്ത് നമ്മൾക്കൊരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ എന്ന് പറയുന്ന ആസ് പെർ സെക്ഷൻ 52 അനുസരിച്ച് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലോ അതല്ല എന്നുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റൽ റൺ ചെയ്യുന്നത് ലോക്കൽ അതോറിറ്റിയോ റൺ ചെയ്യുന്ന ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനെ കിട്ടിയില്ലെങ്കിൽ, ഒരു ഡോക്ടറിനെ കിട്ടിയില്ലെങ്കിൽ എനി രജിസ്റ്റേർഡ്, ആ എനി എന്ന് പറയുന്നത് ഗവൺമെൻറ് ഡോക്ടർ തന്നെ ആയിരിക്കണം എന്നില്ല എന്നുള്ളതാണ്. ഇനി അത് ഗുഡ് ഫെയ്ത്തിലായിരിക്കണം ആൻഡ് അണ്ടർ ഹിസ് ഡയറക്ഷൻ ടു അങ്ങനെ ഒരു അപ്പം എന്താണ്, എത്രയും പെട്ടെന്ന് നമുക്ക് എവിഡൻസ് വേണം. അതുകൊണ്ടാണ് 16 കിലോമീറ്ററിനകത്ത് വെച്ചിട്ട് ഈ പറയുന്ന ഒരു മെഡിക്കൽ പ്രാക്ടീഷണറെ കിട്ടാത്തത് കൊണ്ടാണ് മറ്റൊരാളെ കൊണ്ട് എക്സാമിനേഷൻ നടത്തിയത്. ഗുഡ് ഫെയ്ത്തിലായിരിക്കണം അത് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് ഇവിടെ ഫോഴ്സ്, അതായത് റീസണബിളി നെസസറി ഫോർ ദാറ്റ് പർപ്പസ് ആൻഡ് യൂസ് സച്ച് ഫോഴ്സസ് എന്നുള്ളതാണ്. ഇവിടെ ഈ പ്രതിയെ, കാരണം റേപ്പ് നടത്തുന്നത് മാൻ ആണല്ലോ, അപ്പോൾ അങ്ങനെ ഒരു പറയുന്ന ആ പ്രതി എന്ന് പറയും, കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ നമ്മൾക്ക് ഫോഴ്സ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഈ പറയുന്ന മെഡിക്കൽ എക്സാമിനേഷന് നടത്തിക്കാം എന്നുള്ളതാണ്. അത് പ്രശ്നമില്ല. ഇവിടെ ഈ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ഈ പറയുന്ന എക്സാമിനേഷൻ എന്ന് പറയുന്നത് നടത്തുമ്പോൾ ഒട്ടും ഡിലേ ഇല്ലാതെ തന്നെ ഇതിൻ്റെ റിപ്പോർട്ടൊക്കെ റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയത്ത് ഈ പറയുന്ന വ്യക്തിയുടെ പേര്, അയാൾ ഇവിടെ ആരാണ് കൊണ്ടുവന്നത്, ഇദ്ദേഹത്തിൻ്റെ പേര്, ഇദ്ദേഹത്തിൻ്റെ ശരീരത്തുള്ള ഈ മുറിവുകളുടെയൊക്കെ മാർക്കിങ്ങുകൾ, അതുപോലെ തന്നെ ശരീരത്തിൽ നിന്നൊക്കെ ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള പാർട്ടിക്കിൾസ്, മെറ്റീരിയൽസിൻ്റെ ഡിസ്ക്രിപ്ഷൻ, ലൈക്ക് DNA പ്രൊഫൈലിങ്സ്, റീസണബിൾ ആയിട്ടുള്ള മറ്റ് എന്താണ് നമ്മുടെ എന്തൊക്കെ തരത്തിലുള്ള തെളിവുകളാണോ അവിടെ നിന്ന് കിട്ടുന്നത് അത് ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് എഴുതി തയ്യാറാക്കി വെച്ചിരിക്കുക. ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് വ്യക്തമായിട്ട് ഓരോന്നും ശരീരത്തിൽ നിന്ന് എന്തൊക്കെയാണോ കണ്ടു കിട്ടുന്നത്, മുറിവുകൾ, ആ മുറിവ് എങ്ങനെ ഉണ്ടായതാണ്, ഡോക്ടറുടെ നിഗമനത്തിൽ അതെങ്ങനെ ഉണ്ടാകാം, കാരണം ഓരോ മുറിവിനും എന്താണ് അതിൻ്റെ ആഴം അനുസരിച്ച് അത് ഏത് നേച്ചറുള്ളതാണ്, എങ്ങനെ വരുന്നതാണ് എന്നൊക്കെ അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതുണ്ടാക്കുക. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്തത്, എപ്പോഴാണത് തീർന്നത്. രജിസ്റ്റേർഡ് ഈ പ്രാക്ടീഷണർ എന്ന് പറയുന്നത് ഒട്ടും ഡിലേ ഇല്ലാതെ തന്നെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിന്, അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഹൂ ഷാൽ ഫോർവേഡ് ഇറ്റ്, ഇനി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിന് ഇത് അയച്ചു കൊടുക്കുക. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഇതെത്രയും വേഗം ആ മജിസ്ട്രേറ്റ്, കൺസേൺഡ് മജിസ്ട്രേറ്റിന് എന്താണ് അതിനെ ഈ റിപ്പോർട്ടിനെ അയച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 52 നമ്മൾ റേപ്പ് കമ്മിറ്റ് ചെയ്ത ഒരു വ്യക്തിയെയാണ് നമ്മളിപ്പോൾ എക്സാമിനേഷൻ നടത്തിയത്. ഇനി അടുത്താണ് എക്സാമിനേഷൻ ഓഫ് അറസ്റ്റഡ് പേഴ്സൺ. ഇനി പറയുന്നത് റേപ്പ് ചെയ്തു എന്നുള്ളതല്ല. 53 എന്താണ് നോർമൽ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാധാരണ വൈദ്യ പരിശോധന, അതാണ് 53 പറയുന്നത്. മെഡിക്കൽ പ്രാക്ടീഷണർ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിലോ എന്താണ് എംപ്ലോയ് ചെയ്യുന്ന എന്താണ് സർവീസിലുള്ള ഡോക്ടർമാരായിരിക്കും. എന്താ അങ്ങനെ ഒരു ഡോക്ടേഴ്സ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഏത് രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ആരെ കൊണ്ട് എന്താണ് ഈ വൈദ്യ പരിശോധന നടത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി സെക്ഷൻ 54 നമ്മൾ പോകുന്നത് സെക്ഷൻ 54 അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ തിരിച്ചറിയണം, അതായത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പേഴ്സൺ അറസ്റ്റഡ് എന്നുള്ളത്. മതീഷിനെ അറസ്റ്റ് ചെയ്താൽ അത് മതീഷ് തന്നെയാണോ എന്നുള്ള ഉറപ്പെന്താണ്, അതായത് വ്യക്തമായിട്ട് നമുക്ക് തെറ്റുവരാൻ പാടില്ല, വേറെ തന്നെ നമ്മൾ വിളിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ where a person is arrested on a charge of committing an offense and his identification by other person or person is considered necessary എന്നുള്ളതാണ്. മതീഷിനെ തന്നെയാണോ, അദ്ദേഹത്തിനെതിരെ തന്നെയാണോ ഈ ചാർജ് ഉള്ളത്, അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾ മതീഷ് തന്നെയാണോ, അങ്ങനെയാണെങ്കിൽ മതീഷിനെ അറിയുന്ന മറ്റ് വ്യക്തികളെ കൊണ്ട് ഐഡൻറ്റിഫിക്കേഷൻ നടത്തണം എന്നുള്ളത് നെസസറി ആണെങ്കിൽ കോടതിക്ക്, ജൂറിസ്ഡിക്ഷൻ അധികാരമുള്ള കോടതിക്ക് ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ റിക്വസ്റ്റ് പ്രകാരം എന്താണ് ആ സ്റ്റേഷൻ ചാർജുള്ള ഉദ്യോഗസ്ഥൻ്റെ റിക്വസ്റ്റ് പ്രകാരം എന്താണ് ഈ പറയുന്ന കോടതിയോട് റിക്വസ്റ്റ് കൊടുക്കുകയാണ് ഈ ഒരു ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് വെക്കണം. കാരണം നമുക്ക് എന്നാലേ ഈ പറയുന്ന മതീഷിനെ തന്നെയാണ് അറസ്റ്റ് ചെയ്തത് എന്നുള്ളത് രേഖപ്പെടുത്താനും നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, നമുക്ക് ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരാളെ അറസ്റ്റ് ചെയ്തു, ഇവിടെ ഒരു കോഗ്നൈസബിൾ ആയിട്ടുള്ള ഒഫൻസ് നടത്തിയതായിട്ട് ഇപ്പം ഞാനാണ് ഒരു കൃത്യം കണ്ടത്, എനിക്ക് ഒരു ഇരുട്ടായത് കാരണം എനിക്ക് ആളെ അറിയില്ല, വ്യക്തമായിട്ട് എനിക്ക് അറിയില്ല, പക്ഷേ അടുത്ത് കണ്ടാൽ ചിലപ്പോൾ എനിക്ക് ആളെ അറിയുമായിരിക്കാം. അപ്പോൾ ഈ പറയുന്ന എൻ്റെ ഒരാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മതീഷിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താണ്, വ്യക്തമായ തെളിവുകൾ വേണം.
അപ്പോൾ ബാക്കി എല്ലാ തെളിവുകളുടെ അടിസ്ഥാനത്തിലും അതേപോലെ തന്നെ എന്താണ് ഐഡൻറ്റിഫിക്കേഷൻ പരേഡും കൂടി നടത്തണം. ഇത് ഈ വ്യക്തി തന്നെയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട ഇയാൾ തന്നെയാണ് കുറ്റകൃത്യം ചെയ്തത്, അപ്പോൾ ഇയാളെ തന്നെയാണ് അറസ്റ്റ് ചെയ്തത് എന്നുള്ളത് ബോധ്യപ്പെടുത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് നിന്ന് റിക്വസ്റ്റ് നടത്തി ഓർഡർ മേടിച്ച് ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് നടത്തി മതീഷിനെ അറിയുന്ന കുറച്ച് ആൾക്കാരെ കൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യിപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. അതാണ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പേഴ്സൺസ് അറസ്റ്റഡ് എന്ന് പറയുന്നത്. ഇനി ഓക്കെ, ഇങ്ങനെയുള്ള എന്താണ് ഇഫ് ദ പേഴ്സൺ ഐഡൻറ്റിഫൈയിങ്. ഓക്കെ, ഇപ്പം നമ്മൾ മതീഷിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ആൾക്കാരെ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഓരോരുത്തരെയായിട്ട് നിരത്തിക്കൊണ്ട് നിർത്തുന്നു എന്നല്ല, അപ്പോൾ ഓരോരുത്തരെയായിട്ട് നമ്മൾ കൊണ്ടുവരുമ്പോൾ മതീഷിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് തിരിച്ചറിയാൻ വരുന്ന ആൾക്കാർ എന്ന് മതീഷെന്ന് ഞാൻ വെറുതെ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു പ്രതിയെന്നല്ല, വേറൊരാളെ പറയാനില്ലാത്തതുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ ഈ തിരിച്ചറിയാൻ വരുന്ന ആൾക്കാർ മെൻ്റലിയോ ഫിസിക്കലിയോ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ പ്രോസസ്സ് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് മജിസ്ട്രേറ്റിൻ്റെ സൂപ്പർവിഷനിൽ തന്നെ നടത്തണം എന്നുള്ളതാണ്. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി ഈ മെൻ്റലി ആൻഡ് ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അങ്ങേയറ്റം കംഫർട്ടബിൾ ആയിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. ഇനി ഈ പറയുന്ന എന്താണ് ഓഡിയോ വീഡിയോ മീൻസുകളിലെല്ലാം ഇവർ എന്ത് ചെയ്യണം, ഇതെല്ലാം റെക്കോർഡ് ചെയ്യുകയും വേണം എന്നുള്ളതാണ്. ഓക്കെ, അത് ഓർത്തിരിക്കുക എന്നുള്ളതാണ്. സാഹചര്യം എന്നുള്ളതാണ്, സാഹചര്യം സൃഷ്ടിച്ച് കൊടുക്കുക മെൻ്റലി ആൻഡ് ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്. ദെൻ ഇനി അടുത്തയാണ് സെക്ഷൻ 55 പറയുന്നു, പ്രൊസീജിയർ വെൻ പോലീസ് ഓഫീസർ ഡെപ്യൂട്ട്സ് സബോർഡിനേറ്റ് ടു അറസ്റ്റ് വിത്തൗട്ട് വാറണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യുന്നത് അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തൻ്റെ സബോർഡിനേറ്റ് കീഴുദ്യോഗസ്ഥനെ എന്താണ് അറസ്റ്റ് ചെയ്യാൻ, അപ്പോൾ എന്താണ് അറസ്റ്റ് ചെയ്യാൻ എന്ത് കൊടുക്കുകയാണ്, ഓതറൈസേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ചില കേസുകളിനകത്ത് നമ്മൾ വാറണ്ടോട് കൂടിയും വാറണ്ട് ഇല്ലാതെയും നമ്മൾക്ക് അറസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പം നമ്മൾ പറയാൻ പോകുന്ന സാഹചര്യങ്ങൾ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെ ഒരു കുറ്റകൃത്യമായിരിക്കണം നടന്നിട്ടുണ്ടായിരിക്കുക, സീരിയസ് ആയിട്ടുള്ള കുറ്റകൃത്യമായിരിക്കണം. ആ വാറണ്ട് ഇല്ലാതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഈ അറസ്റ്റ് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥനല്ല, അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റ് ആയിട്ടുള്ള ഒരാളെയാണ് ഇപ്പോൾ പറഞ്ഞു വിടാൻ പോകുന്നത്. അങ്ങനെ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ഓക്കെ, വാറണ്ട് ഇല്ലാതെ സബോർഡിനേറ്റിനെ പറഞ്ഞു വിടുന്ന സാഹചര്യത്തിൽ എന്താണ്, ലോഫുള്ളി അറസ്റ്റഡ് വിത്തൗട്ട് എ വാറണ്ട് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ഓർഡർ കൊടുത്തിരിക്കണം. എന്നാൽ മതീഷിനെയാണ് ഞാനിപ്പോൾ എൻ്റെ സബോർഡിനേറ്റായ മതീഷിനെ ഞാൻ ഓതറൈസേഷൻ കൊടുക്കണം, റൈറ്റിങ്ങിൽ ഒരു ഓതറൈസേഷൻ കൊടുക്കണം. എന്തുകൊണ്ടാണ് ഞാൻ മതീഷിനെ പറഞ്ഞു വിടുന്നത്, എനിക്കെന്തുകൊണ്ട് പോകാൻ പറ്റിയില്ല എന്നുള്ള കാരണം അതിനകത്തുണ്ടായിരിക്കണം. ഇനി ഈ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നോട്ടിഫൈ ദ പേഴ്സൺ ടു ബി അറസ്റ്റഡ് ദ സബ്സ്റ്റൻസ് ഓഫ് ദ ഓർഡർ ആൻഡ് ഇഫ് സോ റിക്വയർഡ് ബൈ സച്ച് എ പേഴ്സൺ ഷാൽ ഷോ ഹിം ടു ദ ഓർഡർ എന്നുള്ളതാണ്. അപ്പോൾ ഒരു സർക്കിൾ തന്നെ എന്താണ് സർക്കിൾ ഇൻസ്പെക്ടർ പോകേണ്ട സ്ഥലത്ത്, ഇനി അതല്ല എന്താണ് അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർ പോകേണ്ട സ്ഥലത്ത് മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനെ പറഞ്ഞു വിടുമ്പോൾ ആ സാഹചര്യത്തിൽ അപ്പോൾ അറസ്റ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ എന്താണ് വാറണ്ട് ഇല്ലാതെ നമ്മൾ അവിടെ കയറി ചെല്ലുമ്പോൾ എന്ത് ചെയ്ത് ആരാണ് നിങ്ങളുടെ കാരണം അറസ്റ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ അതിൻ്റെ റാങ്കും കാര്യങ്ങളും ഒക്കെ ടാഗ് നെയിം ടാഗ് ഒക്കെ ഉണ്ടായിരിക്കണമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ആരാണ് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഇന്ന ആളാണ്, ഇന്ന ഓതറൈസേഷനിലാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് കാണിച്ചു കൊടുക്കണം എന്നാണ് 55 പ്രകാരം പറയുന്നത്. ഇനി 56 അനുസരിച്ച് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫ് അറസ്റ്റഡ് പേഴ്സൺ മുഖ്യമാണ്. അതായത് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ മതീഷ് അറസ്റ്റ് ചെയ്യുമ്പോൾ മതീഷിന് 50 കിലോയെ ഉണ്ടായിരുന്നെങ്കിൽ എന്താണ് 6 മാസം കഴിഞ്ഞ് അത് ഈ 50 കിലോ എന്ന് പറയുന്നത് 40 കിലോ ഒന്നും ആകാൻ പാടില്ല. അത് ഇച്ചിരി കൂടിയ കുഴപ്പമൊന്നുമില്ല, അത് കുറയാൻ പാടില്ല. അതായത് ഹെൽത്തും ഈ എന്താണ് അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയുടെ ഹെൽത്തും സേഫ്റ്റിയും ഒക്കെ മുഖ്യമാണ്. റീസണബിൾ കെയർ ഒക്കെ കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്താണ് 57 പ്രകാരം person arrested to be taken before the magistrate or officer in charge of the police station. മതീഷിനെ അറസ്റ്റ് ചെയ്തു. മതീഷിനെ നമ്മൾ ഇനി എവിടേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്? മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. അപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റ് മേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അറസ്റ്റ് വിത്തൗട്ട് വാറണ്ട് ഷാൽ വിത്തൗട്ട്, അപ്പോൾ എന്താണ് ഇവിടെയും വാറണ്ട് ഇല്ലാതെയാണ് നമ്മൾ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്.
ഒട്ടും ഡിലേ ഇല്ലാതെ തന്നെ, അതായത് അൺനെസസറി ആയിട്ട്, നെസസറി ഡിലേ ഒക്കെ വരാം, അൺനെസസറി ഡിലേ ഇല്ലാതെ അതിൻ്റെ സബ്ജക്റ്റ് ദ പ്രൊവിഷൻസ് എന്താണ് ബെയിലിടേണ്ട പ്രൊവിഷൻസ് ഒക്കെ നോക്കിയതിന് ശേഷം, അതായത് സ്റ്റേഷൻ ജാമ്യം കൊടുത്തു വിടാൻ പറ്റുന്ന ആളാണെങ്കിൽ അപ്പം തന്നെ സ്റ്റേഷൻ ജാമ്യം കൊടുത്തു വിട്ടിരിക്കണം. ടേക്ക് ഓർ സെൻഡ് ദ പേഴ്സൺ അറസ്റ്റഡ് എന്താണ് ബിഫോർ എ മജിസ്ട്രേറ്റ് ഹാവിംഗ് ജൂറിസ്ഡിക്ഷൻ ഇൻ ദ കേസ് ഓർ ബിഫോർ ഓഫീസർ ഇൻ ചാർജ്. അപ്പോൾ ഒന്നുകിൽ ആ കേസ് അനുസരിച്ച് ഒന്നുകിൽ ഇയാളെ എന്താണ് സ്റ്റേഷൻ ചാർജുള്ള ഓഫീസറിൻ്റെ മുന്നിൽ ഹാജരാക്കുകയോ അതല്ല എന്നുണ്ടെങ്കിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയോ ചെയ്തിരിക്കണം. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി എന്താണ് 24 മണിക്കൂറിൽ കൂടുതൽ ഡീറ്റെയിൻ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് 58 പറയുന്നത്. അപ്പോൾ ഏത് ഉദ്യോഗസ്ഥനാണോ സ്റ്റേഷൻ ചാർജുള്ള ഉദ്യോഗസ്ഥൻ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് റിപ്പോർട്ട് ചെയ്തിരിക്കണം. ഇനി മജിസ്ട്രേറ്റിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് അതല്ലെങ്കിൽ എന്താണ് ഇഫ് ഹീസോ ഡയറക്റ്റ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച്, അല്ലെങ്കിൽ ഓർ ഇഫ് ഹീസ് ഓർ ഡയറക്റ്റ് ടു ദ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്കാണെങ്കിൽ അങ്ങനെ ദ കേസസ് ഓഫ് ഓൾ പേഴ്സൺസ് അറസ്റ്റഡ് വിത്തൗട്ട് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്തവന്മാരെയെല്ലാം വിതിൻ ദ ലിമിറ്റ്സ് ഓഫ് ദിയർ റെസ്പെക്റ്റീവ് സ്റ്റേഷൻസ് വെദർ സച്ച് എ പേഴ്സൺ ഹാവ് ബീൻ അഡ്മിറ്റഡ് ടു ബെയിൽ ഓർ അതർവൈസ് എന്നുള്ളതാണ്. അപ്പോൾ ജാമ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നോക്കി എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും എന്ത് ചെയ്തിരിക്കണം, ഇനി അടുത്ത ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അറിയിപ്പിച്ചിരിക്കണമെന്ന് പറയും. ഇന്ന ആളെ 24 മണിക്കൂറിൽ കൂടുതൽ ഇവരെ കൈവശം വെച്ചുകൊണ്ടിരിക്കാൻ, സ്റ്റേഷനിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് എന്ത് ചെയ്തിരിക്കണം, ഇന്ന അറസ്റ്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ജാമ്യമുള്ളതാണ്, ഇന്ന കുറ്റകൃത്യമുള്ളതാണ് എന്ന് അറിയിപ്പിച്ചിരിക്കണം. അതാണ് 58 പറയുന്നത്. 59 പറയാൻ പോകുന്നത് പോലീസ് ടു റിപ്പോർട്ട് അപ്രിഹെൻഷൻസ് എന്നുള്ളതാണ്. ഇനി ഈ ചില എന്താണ് ഈ സ്റ്റേഷൻ ചാർജുള്ള ഉദ്യോഗസ്ഥന്മാർ എന്താണ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനോ അതല്ലെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ നിർദ്ദേശപ്രകാരം സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനോ റിപ്പോർട്ട് കൊടുക്കണം. എന്ത് റിപ്പോർട്ടാണ്? ദ കേസസ് ഓഫ് ഓൾ പേഴ്സൺ അറസ്റ്റഡ് വിത്തൗട്ട് വാറണ്ട് എന്നുള്ളത്. വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്ത, കാരണം വാറണ്ട് കൊടുക്കുന്ന മജിസ്ട്രേറ്റാണ്. അപ്പോൾ വാറണ്ട് ഇല്ലാതെ മജിസ്ട്രേറ്റ് അറസ്റ്റ്, കാരണം മജിസ്ട്രേറ്റിൻ്റെ വാറണ്ട് ഇല്ലാതെ നമുക്ക് അറസ്റ്റ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ഏതൊക്കെ സാഹചര്യത്തിലാണെന്ന്. അപ്പോൾ വാറണ്ട് ഇല്ലാതെ മജിസ്ട്രേറ്റ് ഞങ്ങൾ ഇന്ന അവന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വിവരം ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനെ ധരിപ്പിക്കുക, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനെ നമ്മൾ അറിയിപ്പിക്കുന്നു. അപ്പോൾ അവരുടെ ഏതാണ് റെസ്പെക്റ്റീവ് ജൂറിസ്ഡിക്ഷനിൽപ്പെട്ട ആൾക്കാരെ അറിയിപ്പിക്കുന്നു. വെദർ സച്ച് പേഴ്സൺ ഹാവ് ബീൻ അഡ്മിറ്റഡ് ടു ബെയിലർ, ഓക്കെ, ഇവർക്ക് ജാമ്യമുള്ള കുറ്റകൃത്യമാണെങ്കിലും അല്ലെങ്കിലും എനിവേ എന്താണെങ്കിലും എന്ത് ചെയ്യുക. ഇവിടെ സാഹചര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഏത് സാഹചര്യത്തിൽ ഇവന്മാരെ പിടിച്ചു വെച്ചിരിക്കുന്നത്? വാറണ്ട് ഇല്ലാതെയാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്. സോ ഈ സാഹചര്യത്തിലെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിൻ്റെ അടുത്തോ അറിയിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തതാണ് സെക്ഷൻ 60 പറയുന്നത് ഡിസ്ചാർജ് ഓഫ് പേഴ്സൺ അപ്രിഹെൻഡഡ് എന്ന് പറയുന്നത്. ഡിസ്ചാർജ് ഓഫ് പേഴ്സൺ അപ്രിഹെൻഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ ഡിസ്ചാർജ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ നമ്മൾ എന്തിനാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്? അതായത് നോ പേഴ്സൺ ഹു ഹാസ് ബീൻ അറസ്റ്റഡ് ബൈ എ പോലീസ് ഓഫീസർ ഷാൽ ബി ഡിസ്ചാർജ് എക്സെപ്റ്റ് ഓൺ ഹിസ് ബോൺ ഓർ ബെയിൽ ബോൺ ഓർ അണ്ടർ ദ സ്പെഷ്യൽ ഓർഡർ ഓഫ് ദ മജിസ്ട്രേറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ നമുക്ക് വിട്ടയക്കാമോ? തീർച്ചയായിട്ടും വിട്ടയക്കാം. അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്ക് അയാൾ ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ നേച്ചറും ഗ്രാവിറ്റിയും അനുസരിച്ച് ഇയാൾക്ക് ജാമ്യം കിട്ടുന്ന കുറ്റകൃത്യമാണെങ്കിൽ ചിലപ്പോൾ സ്റ്റേഷൻ ജാമ്യം മാത്രം മതിയായിരിക്കും. അപ്പോൾ ജാമ്യം കിട്ടുന്ന കുറ്റകൃത്യമാണെങ്കിൽ അറ്റ് വൺസ് അപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു വിട്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ്, അപ്പോൾ ഇനി ഇദ്ദേഹത്തെ പറഞ്ഞു വിടണമെന്നുണ്ടെങ്കിൽ എന്താണ്, റിലീസ് ചെയ്യണം, ഡിസ്ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ബോണ്ട്, എന്താണ് ഓൺ ഹിസ് ബോണ്ട്, ജാമ്യം, സ്വന്തം ജാമ്യത്തിലോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എന്താണ് ബെയിൽ ബോണ്ടുകളുടെയോ അതല്ലാന്നുണ്ടെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ സ്പെഷ്യൽ ഓർഡർ വഴിയോ ഈ പറയുന്ന വ്യക്തിയെ നമ്മൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഡിസ്ചാർജ് ചെയ്യാവുന്നതാണ്. അതായത് നമ്മൾക്ക് അറസ്റ്റിൽ നിന്ന്, അതായത് അവിടെ തടങ്കലിൽ വെക്കണ്ട, അദ്ദേഹത്തെ പറഞ്ഞു വിടാമെന്നുള്ളതാണ്. എന്തിനാണ് ഈ ജാമ്യം എന്ന് പറയുന്നത്? അതായത് ബോണ്ട്, ബെയിൽ ബോണ്ട്. അപ്പോൾ അറസ്റ്റ് ചെയ്തിവിടെ കൊണ്ടുവന്നിട്ട് അവനെ അങ്ങ് പറഞ്ഞു വിട്ടാൽ പോരാ. കോടതിയിലേക്ക് കേസിൻ്റെ മറ്റ് ആവശ്യങ്ങളിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? നമുക്കിവനെ വേണം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇവനെ ബോണ്ട് കൊടുത്തിട്ട് ബോണ്ടിന്മേൽ ഇവനെ പറഞ്ഞു വിടുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് പ്രൊവിഷനാണ്, അറസ്റ്റുമായി ബന്ധപ്പെട്ട ലാസ്റ്റ് പ്രൊവിഷനാണ്
പവർ ഓൺ എസ്കേപ്പ് ടു പെർസ്യൂ ആൻഡ് റീടേക്ക് എന്നുള്ളതാണ്. അതായത് രക്ഷപ്പെട്ടു പോയി, മതീഷ് രക്ഷപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്താണ്, ടു പർസ്യൂ ആൻഡ് റീടേക്ക് എന്നുള്ളതാണ്. പിന്തുടർന്ന് പോയി തിരികെ പിടിച്ചു കൊണ്ടുവരാനുള്ള അധികാരമാണ് സെക്ഷൻ 61. നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി, അപ്പോൾ എന്ത് ചെയ്യാനുള്ള അധികാരമുണ്ട്? രക്ഷപ്പെട്ടോട്ടെ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുക? ഇല്ല, പോലീസിന് പുറകെ പോയി പിടിച്ചുകൊണ്ട് വരാം. അപ്പോൾ ലോഫുൾ കസ്റ്റഡിയിൽ നിന്ന് ഒരുത്തൻ ചാടിപ്പോവുകയോ അവനെ രക്ഷപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരുടെ കസ്റ്റഡിയിൽ നിന്നാണ് ഇവൻ ചാടിപ്പോയത്? ഇമ്മീഡിയറ്റ് ആയിട്ട് പിന്തുടർന്ന് പോയി എവിടെ വെച്ചാണോ അവനെ കാണുന്നത് അവിടെ വെച്ച് നമുക്ക് അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം. ഇനി ഇതുമായി അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ കണ്ട സെക്ഷൻ 44 പ്രൊവിഷൻസ്, അതായത് ഈ പറയുന്നവൻ, അതായത് നമ്മൾ നേരത്തെ കണ്ടില്ല, എസ്കേപ്ഡ് പ്രിസണേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഒളിച്ചിരിക്കത്തൊക്കെ ആയിട്ട് ഇതാണ്, നമ്മൾക്ക് ഇൻഫർമേഷനൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സ്ഥലത്തൊക്കെ നമുക്ക് ചെല്ലാം. ആ സ്ഥലത്തൊക്കെ ചെന്ന് നമ്മൾക്ക് ഈ ആ സ്ഥലത്ത് ചെല്ലാം, അവിടെ പ്രവേശിക്കാം, ബ്രേക്ക് ഓപ്പൺ ചെയ്യാം, സെർച്ച് നടത്താം, അവിടുന്ന് സീഷ് ചെയ്യാം ഒക്കെയാണ്. അപ്പോൾ ഈ പേഴ്സൺ മേക്കിംഗ് എനി സച്ച് അറസ്റ്റ് ഈസ് നോട്ട് ആക്ടിങ് അണ്ടർ എ വാറന്റ് ആൻഡ് ഈസ് നോട്ട് എ പോലീസ് ഓഫീസർ ഹാവിങ് അതോറിറ്റി ടു അറസ്റ്റ് എന്നുള്ളതാണ്. ഇനി അത് മാത്രമല്ല, അപ്പം ഇങ്ങനെ ഒരുത്തൻ ചാടിപ്പോയെങ്കിൽ ആ ചാടിപ്പോയ ആളെന്ന് പറയുന്നത് ഒരാൾ ചാടിപ്പോയി, എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ എസ്കേപ്പ് ചെയ്ത ഒരാളെ ഈ പോലീസ് ഉദ്യോഗസ്ഥന് മാത്രമല്ല അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇവൻ ഈ തരത്തിലുള്ളൊരു കുറ്റം കമ്മിറ്റ് ചെയ്തതാണെന്നും സ്റ്റേഷനിൽ നിന്നും ചാടിപ്പോയതാണെന്നും ഒക്കെ നമ്മൾക്കറിവുണ്ടെങ്കിൽ അത് എന്താണ്, വാറണ്ട് ഒന്നും വേണ്ട, പ്രൈവറ്റ് പേഴ്സൺസിനും അറസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമ്മൾ പറഞ്ഞ നമ്മളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ്. അറസ്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ട കാര്യങ്ങൾ സെക്ഷൻ 35 മുതൽ 62 വേണ്ട, നമുക്ക് 61 വരെ മതി, 61 വരെയുള്ളതാണ്. അതായത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് പോലീസ് ഓഫീസറിന് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ദെൻ അവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ മറ്റൊരു കാര്യം, ആരാണ് ഡെസിഗ്നേറ്റഡ് പോലീസ് ഓഫീസർ, ആരാണ്, സെക്ഷൻ 37, അത് നമ്മൾ നോക്കി വെച്ചിരിക്കുക. ദെൻ അടുത്ത നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ 38 നോക്കണം, റൈറ്റ് ഓഫ് അറസ്റ്റഡ് പേഴ്സൺ ടു മീറ്റ് ഹിസ് അഡ്വക്കേറ്റ് എന്നുള്ള പ്രൊവിഷൻ നോക്കണം. ദെൻ പ്രൈവറ്റ് പേഴ്സൺ സെക്ഷൻ 40, സെക്ഷൻ 41, പ്രൈവറ്റ് പേഴ്സൺ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്തത്, 41 പ്രകാരം മജിസ്ട്രേറ്റ് എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യുന്നത്. ആംഡ് ഫോഴ്സിൽപ്പെട്ട മെമ്പർമാർക്കുള്ള എന്താണ് അവരുടെ റൈറ്റുകൾ എന്തൊക്കെയാണ് അറസ്റ്റുമായി ബന്ധപ്പെട്ട്, അറസ്റ്റ് എങ്ങനെ നടത്തണം എന്നുള്ളതാണ്. മറ്റ് ജൂറിസ്ഡിക്ഷനുകളിൽ പോയി അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ടോ എന്നുള്ളതാണ് 45 ചോദിക്കുന്നത്. അടുത്ത നമ്മൾ പറയുന്നത് 47 നോക്കണം. അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുടെ ഗ്രൗണ്ട്, എന്ത് സാഹചര്യത്തിലാണ് അറസ്റ്റ് ചെയ്തത്, അതിനുള്ള റൈറ്റ് അതെല്ലാം പറയാൻ, ആ ഗ്രൗണ്ട് അയാൾക്ക് അറിയാനുള്ളതാണ്. പിന്നെ എക്സാമിനേഷനാണ്, മെഡിക്കൽ എക്സാമിനേഷൻ. ആ മെഡിക്കൽ എക്സാമിനേഷൻ്റെ അകത്ത് റേപ്പ് കമ്മിറ്റ് ചെയ്ത ആൾക്കാരുടെ മാത്രമാണ് മെഡിക്കൽ എക്സാമിനേഷൻ. രജിസ്ട്രേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ആയിരിക്കണം, അതൊരു ഗവൺമെൻറ് അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റി റൺ ചെയ്യുന്ന ഒരു ഇടത്ത് എംപ്ലോയ് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം, 16 കിലോമീറ്ററിനകത്ത് വെച്ചിട്ടുള്ളവരായിരിക്കണം. അങ്ങനെ അത്ര ആളെ കിട്ടിയില്ലെങ്കിൽ മാത്രം മറ്റുള്ള മെഡിക്കൽ പ്രാക്ടീഷണർമാരെന്നുള്ളത് നോക്കിയാൽ മതി. ദെൻ ഐഡൻറ്റിഫിക്കേഷൻ വേണമോ വേണ്ടയോ എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ സെക്ഷൻ 54 അനുസരിച്ച് ഇത് അൺനെസസറി ആണ് എന്ന് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിന് തോന്നിക്കഴിഞ്ഞാൽ മജിസ്ട്രേറ്റിനോട് റിക്വസ്റ്റ് ചെയ്ത് ഓർഡർ മേടിച്ചുകൊണ്ട് ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് നടത്താവുന്നത് ആണ്. അടുത്തതാണ് പിന്നെ നമ്മൾ ലാസ്റ്റ് 61 എൻ്റെ പ്രധാനപ്പെട്ട ഒരു ഏരിയ, എസ്കേപ്പ് ചെയ്തു പോയവന്മാരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാമോ, പിടിച്ചെടുക്കാമോ എന്നുള്ളത്. പുറകെ പോയി എവിടെ വെച്ചാണോ അവരെ കാണുന്നത് അവിടെ വെച്ച് നമുക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാവുന്നതും, അവരുള്ള സ്ഥലത്ത് പോയി നമ്മൾക്ക് എന്ത് ചെയ്യാം, ഈ സെർച്ച് നടത്താം, സീഷർ നടത്താം എന്നുള്ളതാണ്. ദെൻ 57 ആണ് മറ്റൊരു പ്രൊവിഷൻ പറഞ്ഞത്, അറസ്റ്റ് ചെയ്യുന്ന ആളെ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാക്കണം എന്നുള്ളതാണ്. ദെൻ 24 മണിക്കൂറിൽ കൂടുതൽ ഡിറ്റെയിൻ ചെയ്യാൻ പാടില്ല എന്ന് സെക്ഷൻ 58 പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് 35 തൊട്ട് നമ്മൾ 62 വരെ കണ്ടത്. സോ അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് സമൻസ് എന്താണ്, വാറണ്ട് എന്താണ്, പ്രോസസ് ടു കമ്പൽ പ്രൊഡക്ഷൻ ഓഫ് തിങ്സ് ആൻഡ് പ്രോസസ് ടു കമ്പൽ അപ്പിയറൻസ് ഓഫ് പേഴ്സൺസ് എന്നുള്ള ഒരു ഏരിയയും അതാണ്. വളരെ പെട്ടെന്ന് തീരുന്ന ഒരു സബ്ജക്റ്റാണ് BNSS എന്ന് വിളിക്കുന്നത്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ബാലൻസുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ശരി, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, അപ്പോൾ